ഈ പറയുന്ന സ്മോക്ക് പുക വല്ലാതെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഏതായാലും പ്രിൻസിപ്പൾ പറയുന്നത് മൂന്നാം നിലയിലാണ് കുറച്ച് പേഷ്യൻസ് ഉണ്ടായത്. രാവിലെ 20ഓളം പേഷ്യൻസ് ഫ്ലോറിൽ കിടക്കുന്നതുകൊണ്ട് അത് ചെക്ക് ചെയ്ത ഫ്ലോറിലേക്ക് സൂപ്രണ്ട് നോക്കിയിട്ട് ഇലക്ട്രിസിറ്റിക്കാരുടെ പെർമിഷനോട് കൂടിയിട്ട് ആ 3-4 ചെക്ക് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നിലത്ത് കിടക്കുന്ന പേഷ്യന്റ് ബുദ്ധിമുട്ടാണ്ടായിട്ട് 20ഓളം വോക്കബിൾ അല്ല സ്റ്റേബിൾ പേഷ്യന്റ് കിടത്തിയത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് 6ാമത്തെ നില ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്ത ഫ്ലോറാണ്. അത് തിയേറ്റർ കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിലുള്ള 14ാം നമ്പർ റൂമിലാണ് ഓരോ പ്ലഗ് ബൈ പോയിന്റ് ഓരോ പോയിന്റും ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റിൽ നിന്ന് സ്പാർക്ക് വന്നു, സ്മോക്ക് വന്നു. അവർ ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് കെടുത്തി. പക്ഷെ കൂടുതൽ പുകയുള്ളത് കൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ പിന്നെ പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ ക്യാമ്പസിലുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അത് തന്നെ കൺസീൽഡ് ആയിരുന്നു, പുറത്ത് വന്നിട്ടില്ല. പേഷ്യന്റ് 3ാമത്തെ നിലയിലാണ്, കുറച്ച് പേഷ്യന്റ് മാത്രം. അത് നിലത്ത് കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി അത് 2 നില ചെക്ക് ചെയ്ത് ഇന്നലെ തന്നെ എല്ലാം ചെക്ക് ചെയ്ത് ഇലക്ട്രിസിറ്റിക്കാർ പ്രോബ്ലം ഇല്ല, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പിന്നീട് ഇനി താഴേക്ക് വരണ്ട, ബുദ്ധിമുട്ടാവേണ്ട വെച്ചാൽ തിരിച്ച് അവരെ അങ്ങോട്ട് തന്നെ മാറ്റുകയാണ് ഉണ്ടായത്. ഇനി കംപ്ലീറ്റ് എല്ലാ ഫ്ലോറും ചെക്ക് ചെയ്ത് 100% ഉറപ്പുവരുത്താതെ നമ്മൾ രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നത് അത് 3ാമത്തെ നിലയും 4ാമത്തെ നിലയും ചെക്ക് ചെയ്ത് അതിൽ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലോറിൽ കിടത്തുന്ന പേഷ്യൻ്റൊക്കെ നല്ല തിരക്കുണ്ടല്ലോ, കുറച്ച് പേഷ്യൻ്റ് 20ഓളം പേഷ്യൻ്റാണെന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത്. സൂപ്രണ്ടിൻ്റെ കൺകറൻസോടുകൂടി ഇലക്ട്രിസിറ്റിയുടെ നമ്മുടെ എഞ്ചിനീയർ എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് അവർ കുഴപ്പമില്ല, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് അല്ല അവർ AE ഉണ്ട്, AXE ഉണ്ട്. അപ്പോൾ അവർ കൺകറൻസോട് കൂടി സമ്മതം വലിയ കുഴപ്പമില്ലാന്ന്. ആ ഫ്ലോറിൽ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് 6ാമത്തെ നില നമ്മൾ ഈ ബിൽഡിംഗ് എടുത്തതിന് ശേഷം ഇതുവരെ യൂസ് ചെയ്യാത്ത തിയേറ്റർ കോംപ്ലക്സ് ആണ്. അതിൽ പേഷ്യന്റ് കിടക്കുന്നില്ല. തിയേറ്റർ തുടങ്ങിയിട്ടില്ല അവിടെ ടോപ്പ് ഫ്ലോറിൽ. നമ്മൾ EOT മാത്രം 1ാമത്തെ നിലയിൽ മാത്രമല്ലേ തുടങ്ങിയിട്ടുള്ളൂ, ഇത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിന്റെ എല്ലാ പവർ പോയിന്റും എല്ലാ പ്ലഗ്സും ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൽ ഒരു 14 റൂമിൽ ചെക്ക് ചെയ്യുമ്പോൾ സ്പാർക്ക് വന്നു, സ്മോക്ക് വന്നു. അത് കൺസീൽഡ് ആയിരുന്നു, ഒരു റൂമിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം തന്നെ കിടത്തി ഫയർഫോഴ്സും വന്നു. പുക മാത്രമേ ഇല്ല, പുക മാത്രമേ ഉള്ളൂ. ഞാനും അവിടെ മുകളിൽ പോയി മാസ്ക് ഇട്ടിട്ട് പോയി, പുക മാത്രമേ ഉള്ളൂ. അതെല്ലാം ചെക്ക് ചെയ്യണ്ടേ. ഇല്ല, ഈ വയറിങ്ങുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റും. അതൊരു അന്വേഷിക്കേണ്ട വിഷയമാണ്. കാരണം കൂടെ ഇത്തരം വിഷയം ഉണ്ടാകുന്ന അപകടകരവുമാണ്. അത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എന്താണ്, അതാണ് അടിയന്തരമായി ഉണ്ടായത്. നിർമ്മാണ പ്രവൃത്തിയിൽ വല്ലതും ഒന്നും ആലോചിക്കണം, അതും കൂടെ ആലോചിക്കണം. നിർമ്മാണ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒന്നും ആലോചിക്കണം വിഷയം. ഇപ്പൊ അവിടെ സ്മോക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഡീറ്റെയിൽ നോക്കിയിട്ടല്ലേ പറയാം. സ്പാർക്ക് ഇത് 6ാമത്തെ നിലയിലല്ലേ, അപ്പൊ ആ സമയത്ത് 20ഓളം തോന്നുന്നു. എക്സാക്ട് നമ്പർ സൂപ്രണ്ട് ചോദിച്ചാൽ അറിയാം. അത് ആ ഫ്ലോറിലല്ല. 6ാമത്തെ നിലയിൽ രോഗികളേ ഇല്ല, 5ലും രോഗികളില്ല. 4 കുറച്ച് അങ്ങനെ 20-25ന്റെ ഉള്ളിലാണ് ഗ്യാസ്ട്രോഡയും. അത് സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റിന് ആ 2 ഫ്ലോറും ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം ചെക്ക് ചെയ്ത് പ്രോബ്ലം ഒന്നുമില്ല. ഫ്ലോറിൽ പേഷ്യന്റ് കിടക്കുന്നതുകൊണ്ട് അത് സ്കൈ വോക്കിലേക്ക് കൂടി നടന്നു പോകാൻ പറ്റുന്ന പേഷ്യന്റിന് മാത്രം. അത് അപ്പൊ തന്നെ ഇനി ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ മാറ്റി. ആ ഫ്ലോറിൽ തീയൊന്നുണ്ട്. ഇത് ഒറ്റ റൂമിൽ ആ തിയേറ്ററിന്റെ 14 നമ്പർ കൺസീൽഡ് ആയിരുന്നു ആ റൂമിൽ. ഇനി അത് ബാക്കി ഇലക്ട്രിക്കാർ നോക്കിയിട്ട് പറയും. അവരെന്നെ കെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിനെയും കൂടെ കൂടുതൽ വിളിച്ചു. അവർ എല്ലാം ചെക്ക് ചെയ്ത് ഇനി സ്മോക്ക് കൂടുതൽ വരുന്നുണ്ടോ അത് ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അവർ നോക്കിയിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ